Hi dears, welcome back. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിന്ന് കോക്കനട്ട് ദോശയും തേങ്ങാ ചട്നിയും തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തേങ്ങ ദോശ തയ്യാറാക്കി എടുക്കാൻ നല്ല എളുപ്പമാണ്. ബേക്കിംഗ് സോഡയുടെയും ഈസ്റ്റിൻ്റെയും ഒന്നും ആവശ്യമില്ല. അതിൻ്റെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തേങ്ങാ ചട്നിയും ഉണ്ട്. ഇത് രണ്ടും കൂടെ നല്ല കോമ്പിനേഷനാണ്. നമുക്ക് രാവിലെ വേഗത്തിൽ തയ്യാറാക്കി എടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇഡലി അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പച്ചരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇഡലി അരിയോ പച്ചരിയോ എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ഒരു കപ്പ് 250 ml ആണ്. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. 2-3 വെള്ളം കഴുകിയെടുക്കണം കേട്ടോ. അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. 5 മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിർത്തിയെടുക്കാം. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/2 കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. നേരത്തെ അരി അളന്നെടുത്ത അതേ കപ്പിൽ തന്നെ വേണം അവലും അളന്നെടുക്കാൻ. വെള്ള അവൽ തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വെള്ള അവലില്ലെങ്കിൽ ബ്രൗൺ അവലും ചേർക്കാം. പക്ഷേ ദോശയുടെ കളർ നല്ല വെള്ള കളറായിരിക്കില്ല. 1/2 കപ്പ് നല്ല ഫ്രഷ് തേങ്ങ ചിരകിയത്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടി പോവരുത്. ആവശ്യമാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മാവ് ദോശയുടെ അത്ര കട്ടി വേണ്ട, കുറച്ച് ലൂസായിട്ടിരിക്കണം. എന്നാൽ അപ്പത്തിൻ്റെ പോലെ നല്ല ലൂസായി പോകാനും പാടില്ല. നമ്മൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് തവയിൽ ഒഴിക്കുമ്പോൾ അത് ഒലിച്ചു പോകും. അപ്പോൾ ദോശയെക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് കലക്കിയെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. നമ്മൾ എടുക്കുന്ന അരി പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. ഇനി ഇത് കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ 8 മണിക്കൂർ മതിയാവും. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കലക്കി വെച്ചിരുന്നേക്കാളും കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ദോശക്കല്ല് ചൂടാക്കിയെടുക്കുക. തീ ഇപ്പം മീഡിയത്തിൻ്റെയും സിമ്മിൻ്റെയും ഇടയിലാണ് ഇട്ടിരിക്കുന്നത്. തീ നന്നായിട്ട് കൂട്ടിയിടരുത്. തവ നല്ല ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അല്ലാതെ ദോശ പരത്തുന്ന പോലെ നമ്മളിത് പരത്തിയെടുക്കണ്ട. നമ്മൾ ദോശ പോലെ ഇത് മറിച്ചിട്ട് വേവിക്കില്ല. ഒരു സൈഡ് മാത്രമാണ് വേവിച്ചെടുക്കുന്നത്, അപ്പം പോലെ. അപ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ. പക്ഷെ നമ്മൾ പെട്ടെന്ന് അടയ്ക്കരുത്, എന്നാൽ ഇതുപോലെ ഹോൾ വരില്ല. ഇതുപോലെ ഹോൾ വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഏകദേശം വന്ന് കഴിയുമ്പോൾ നമുക്കൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. തീ കൂട്ടിയിടുകയും ചെയ്യരുത്, എന്നാൽ താഴ്ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും, മോൾ ഭാഗം വെന്തും കിട്ടില്ല. 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. മോൾ ഭാഗം എല്ലാം നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. താഴ്ഭാഗം കരിഞ്ഞു പോവുകയില്ല ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ദോശയും ചുട്ടെടുക്കാം. അപ്പോൾ ദോശ എല്ലാം ചുട്ടെടുക്കുക. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാ ചട്നി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 1/4 ഇഞ്ച് കഷ്ണം ഇഞ്ചി, ഒരു ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ കഷ്ണം വാളംപുളി. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്കയുടെ 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. തേങ്ങാ ദോശയുടെ കൂടെ കുറച്ച് പുളിയുള്ള തേങ്ങാ ചട്നിയാണ് നല്ല ടേസ്റ്റ്. കാരണം നമ്മുടെ ദോശയ്ക്ക് പുളിയൊന്നുമില്ല. അപ്പോൾ പുളിയുള്ള കറിയാണ് ഇതിന് കോമ്പിനേഷൻ വേണ്ടത്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ചൂടുവെള്ളം ഒഴിച്ചാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ദാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരണം. ഒരു വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന ചട്നി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തിള വന്ന് തുടങ്ങും മുന്നേ നമുക്ക് തീ ഓഫ് ചെയ്യണം കേട്ടോ. ചമ്മന്തി തിളച്ച് പോവരുത്. തേങ്ങാ ചട്നി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല കോമ്പിനേഷനാണിത്, നല്ല ടേസ്റ്റാണ്. ദോശ നല്ല സോഫ്റ്റുമാണ്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 1 കപ്പ് മാവ് വെച്ചിട്ട് നമുക്ക് 3 എണ്ണം വെച്ചിട്ടൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ 3 പേർക്കുള്ള ദോശ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.